തിരുവനന്തപുരം ജില്ലാ കലോത്സവ വേദിയിൽ വാക്കേറ്റം. വിധി നിർണയത്തിലെ അപാകതയും സ്ഥലപരിമിതിയും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തിയ പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് പ്രതിഷേധം. വേദിയുടെ സ്ഥലപരിമിതിയും വിധി നിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. കലോത്സവത്തിലെ മത്സരാർത്ഥികളും അധ്യാപകരും പരാതിയുമായി രംഗത്തെത്തി. ഈ സ്റ്റേജ് കണ്ടുപിടിക്കാൻ വരെ ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ രാവിലെ വന്നപ്പോഴും നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ഞങ്ങൾ എല്ലാവരും സ്റ്റേജിന് പുറത്തായിരുന്നത്. അപ്പോഴും അവർ ഈ സ്റ്റേജ് തുറന്നത് കൂടി ഇല്ലായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. മിക്ക പാരന്റ്സും കുട്ടികളുമായും കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന കുട്ടികളും കൂടിയാണ്. ഒരു മഴ പോലും നനയാൻ പാടില്ലാത്തതാണ്. അവരുമായും മഴയും എല്ലാം നന്നിട്ടാണ് പെർഫോമൻസിന് വേണ്ടി സ്റ്റേജിൽ കയറിയത്. എല്ലാ വേദികളും ഏത് വേദി പരിശോധിച്ചാലും ഗേറ്റ് അറ്റ്ലീസ്റ്റ് ഓപ്പൺ ആയിരുന്നു. ആ വേദി ഓപ്പൺ അല്ലെങ്കിൽ പോലും ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. ഈ മഴയത്ത് രാവിലെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഈ മഴയത്ത് മിക്കവാറും പാരന്റ്സ് എല്ലാം ബസ്സിലാണ് വന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പുറത്തു വന്ന് ഈ ഗേറ്റിന് പുറത്ത് നിൽക്കുക. ഇവിടെ ഒരു ഷെയ്ഡോ ഒന്നും ഇല്ല നമുക്ക് ഒതുങ്ങി നിൽക്കാനായിട്ട്. ഈ മഴ നനഞ്ഞു തന്നെ നിൽക്കുമായിരുന്നു. എന്നിട്ട് എനിക്കൊരു റെസ്പോൺസിബിൾ ആയിട്ട് തോന്നിയില്ല ഇവിടെ ചെയ്തത്. രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ട മത്സരം ഏറെ വൈകിയാണ് ആരംഭിച്ചത്. മഴ നനഞ്ഞാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തതെന്നും പരാതിയുണ്ട്. കൂടാതെ UP വിഭാഗം പ്രസംഗ മത്സരത്തിൽ അർഹതപ്പെട്ടവർക്ക് B ഗ്രേഡും നൽകിയെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ജനം, തിരുവനന്തപുരം.